അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്തരം രാജാക്കന്മാർ, ഈ ദുബായിലെ രാജാവ് പോലെയുള്ള ഭരണാധികാരികൾ, അവരാണ് ഏറ്റവും വലിയ പ്രവർത്തന ലോകത്തിൽ. ഈ ഡി കമ്പനികളെ സൃഷ്ടിക്കുന്നതും അവർക്ക് കാശ് കൊടുക്കുന്നതും അവരെ കൊണ്ട് കള്ളനോട്ട് അടിപ്പിക്കുന്നതും കള്ളനോട്ട് വിതരണം ചെയ്യിക്കുന്നതും കഞ്ചാവ് വിതരണം, ലോകം മുഴുവൻ കഞ്ചാവ്, ഇതൊക്കെ യുവന്മാരുടെ പണിയാണ്. ഈ ദുബായിലെ രാജാവിൻ്റെ പണിയാണ്. അവരാണ് ഏറ്റവും വലിയ ഭീകരപ്രവർത്തകർ. അത്തരം രാജാക്കന്മാർ, അത് ഒബാമയുടെ കാലത്ത് അങ്ങനെ കുറേ ഡിക്റ്റേറ്റേഴ്സിനെ മാറ്റാനായിട്ട് അവർ ശ്രമിച്ചായിരുന്നു. അതുപോലെ ഡിക്റ്റേറ്റേഴ്സിനെ മാറ്റണം. അവിടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലാണ് ഈ ദുബായിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ. അവിടെ ഒരു മക്തൂം ഫാമിലി ലണ്ടനിലേക്ക്, അമേരിക്കയും യു കെ ഒക്കെ ആയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അമേരിക്കട്ടോ അല്ലെങ്കിൽ യു കെ ആണെന്നാണ് കൂടുതൽ പോക്കുക. യു കെ ആയിട്ട് ഇവരെ കൊണ്ടുപോവുക. അവിടെ വല്ല സ്ഥലം മേടിച്ച് അവിടെ വല്ലതും താമസിപ്പിക്കുക. എന്നിട്ട് അവിടെ ഈ ദുബായിൽ ഇലക്ഷൻ നടത്തി അവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിന് അധികാരം കൈമാറുക. അത് യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ട്, അമേരിക്കയും യു കെയും യുണൈറ്റഡ് നേഷൻസൊക്കെ ഇടപെട്ട് ചെയ്യുക. അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അസംബ്ലിയോ. കാരണം അവിടെ ഇപ്പോൾ പാർലമെൻറ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം UAE ആണ് ഒരു നേഷനായിട്ട് തന്നെ. അപ്പോൾ ദുബായിൽ പാർലമെൻറ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ അസംബ്ലിയെ പറ്റുള്ളൂ. ഒരു അസംബ്ലിയോ അല്ലെങ്കിൽ ഒരു ഗവർണറോ ഒക്കെ, ഒരു ഗവർണറെ ഒന്നെങ്കിൽ നോമിനേറ്റ് ചെയ്യുക സെൻട്രൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ ഗവർണറെ ഡയറക്റ്റ് ജനങ്ങളെ തിരഞ്ഞെടുക്കുക അമേരിക്കൻ മോഡലിൽ, അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുക. ജനങ്ങളുടെ ഇലക്ഷൻ നടത്തി അസംബ്ലി ഉണ്ടാക്കി, അസംബ്ലി ഒരു സ്റ്റേറ്റിലുള്ള മെമ്പേഴ്സ് ഒരു ചീഫ് മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്ത് ഭരണം അവർക്ക് കൈമാറുക. ഇത്തരം കള്ളന്മാർ ഈ മറ്റേ ഇതല്ലേ തന്നെ കുതിരേനെ മേടിച്ച്, ഒട്ടകത്തിനെ മേടിച്ച് അതിൻ്റെ ഫാമും കുതിര ഫാമുമായിട്ട് നടക്കുന്ന കുറേ രാജാക്കന്മാർ ദുബായിലെ ഒരു രാജാവുണ്ട്. അതുപോലെ കുറേ എണ്ണങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ ഫാമും കുതിരയുടെ ഫാമുമായിട്ട് മുമ്മാരെ നടക്കണം. ജനങ്ങളുടെ കാര്യം നോക്കാനൊന്നും നേരമില്ല. അവൻ്റെ മുഴുവൻ സമയം വിനിയോഗിക്കുന്ന എൻ്റെയൊക്കെ, ഞാൻ 20 കൊല്ലം മുമ്പ് അവിടെ നിന്ന് നിർത്തിപ്പോന്നതാണ്. ഇപ്പോൾ 20 കൊല്ലം കണ്ട് ആവാറായി. 2007 പോയെങ്കിലും അവിടെ ഒന്നും പണിയൊന്നും ചെയ്തില്ല. ചുമ്മാ ഈ സിറ്റൂസ് പോലെ 2-3 മാസമായി. 2006 നിർത്തിപ്പോന്നപ്പോൾ 2020 വർഷമായി ഞാൻ അവിടെ നിന്ന് പോകുന്നിട്ട്. എന്നിട്ട് അങ്ങനെ 20 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ആളുകളുടെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കലാപരിപാടികൾ ചെയ്യണതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനാധിപത്യമായ ഗവൺമെൻറ് ഇല്ലാത്തതാണ്. റൂട്ട് കോഴ്സാണ്. അപ്പോൾ അവിടെ ഇലക്ഷൻ നടത്തുക, യുവന്മാരെ പിടിക്കുക, മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുക, അല്ലെങ്കിൽ ലണ്ടനിലൊരു മ്യൂസിയം പണിത് അവിടെ ഇരുത്തുക, അല്ലെങ്കിൽ ദുബായിലൊരു മ്യൂസിയം പണിത് അവിടെ ഇരുത്തുക. എന്നിട്ട് ഈ രാജാക്കന്മാരെയൊക്കെ മ്യൂസിയത്തിലിരുത്തുക, ഈ ദുബായ് രാജാവിനെ ഇരുത്തുക. എന്നിട്ട് അവിടെ ഒരു ഇലക്ഷൻ നടത്തുക, ജനങ്ങൾക്ക് അധികാരം കൈമാറുക. അപ്പോൾ അവിടെ പ്രശ്നങ്ങളും ലോകത്തിലെ പല ഭാഗത്തുള്ള പ്രശ്നങ്ങളും അവസാനിക്കും. ഇന്ത്യയിലുള്ള കള്ളനോട്ടും പാകിസ്ഥാൻ്റെ ഇഷ്യൂ ഉണ്ട്. എന്നാൽ ഈ കള്ളനോട്ടും ഇതിൻ്റെയൊക്കെ ഒരു 50% തീരും ദുബായിൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ, അവിടെ ഗവൺമെൻറ് വന്നു. ഇത് പാകിസ്ഥാൻ വഴിയുള്ളതല്ല, അത് ഫുള്ളായിട്ട് തീരില്ല. അതിന് ഡിജിറ്റലൈസേഷൻ വരുമ്പോഴേ തീരുള്ളൂ. കറൻസിയിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ ആ കറൻസിയുടെ കള്ളനോട്ട് അങ്ങനെയുള്ള കുറേ തീരും. കറൻസി ഇപ്പോൾ ആളുകൾ കൈ കൊണ്ടുവന്ന് നടക്കുന്ന സിറ്റുവേഷൻ മാറും. ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ഫുള്ളായിട്ട് ഡിജിറ്റലാവും.
കിയയുടെ ലൈറ്റ് പുതുവനാണ് കേട്ടോ, ഫ്രണ്ടിൽ മൊത്തം ലൈറ്റാണ് കിയയ്ക്ക്. കാരണം എൻ്റെ ഒന്നും ഫോൺ ടാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം അമ്മമാർക്കില്ല. കാരണം ഞാൻ ആ രാജ്യമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ അവിടുത്തെ ഒരു പരിപാടിക്ക് പോകണില്ല, അവരായിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഡിസൈൻ ഗ്രൂപ്പായിട്ട് നമുക്ക് ബന്ധമില്ല, നമുക്കതായിട്ടൊരു ബന്ധമില്ല. പിന്നെ അവരിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹലോ, ഓക്കെ, ഞാനിവിടെ ഉണ്ട്, ഞാൻ ബാറ്റയുടെ അവിടെ ഉണ്ട്. പമ്പായില്ലോ അല്ലേ? ഓക്കെ.